ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇത് നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് ദ കറൻറ്റ് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന മൊത്തം എടുക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ദി ഏസ് ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ്, ദ മജീഷ്യൻ, ദി ഏസ് ഓഫ് സോഴ്സ് റിവേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയ കാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം പറയാമെന്നുണ്ടെങ്കിൽ ഒരുപാട് വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ആ ഒരു വെല്ലുവിളികളിലൂടെയും ഈ ഒരു വ്യക്തി വിചാരിക്കുകയാണ് എൻ്റെ വിഷമങ്ങൾ തൽക്കാലം എൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കട്ടെ എന്നുള്ള രീതിയിലാണ്. കാരണം ഒരു ഹോപ്പില്ല. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു മാജിക്കൽ പോലെ എന്തെങ്കിലും ഒരു സംഭവിച്ചാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. പക്ഷേ ഈ ഒരു വ്യക്തി ഒരുപാട് കാലമായിട്ട് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷെ അതിലും വലിയ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാവുന്നില്ല. ഒരു പ്രോഗ്രസ് ഇപ്പോഴുള്ള ലൈഫിലില്ല. മുന്നോട്ടും പോകാൻ പറ്റുന്നില്ല, എന്നാൽ പിന്നോട്ടും ഇല്ല എന്നുള്ള രീതിയിൽ. അതായത് ഒരുപാട് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള വഴി എങ്ങോട്ടാണെന്ന് അറിയില്ല. പക്ഷെ മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ വളരെ മന്ദഗതി പോകുന്നുണ്ട്. പക്ഷേ ഇവർക്ക് മുന്നേ സപ്പോർട്ട് ചെയ്യാനും ഇവരെ കൂടുതലായിട്ട് എൻകറേജ് ചെയ്തത് നിങ്ങളായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിക്കുണ്ട്. പക്ഷേ എന്ന് വെച്ച് നിങ്ങളുടെ അടുക്ക വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവിടെയും ഒരുപാട് തടസ്സങ്ങളുണ്ട്. വീണ്ടും വരണോ വേണ്ടയോ എന്നുള്ള ഡബിൾ മൈൻഡിലൊക്കെ നിൽക്കുന്നുണ്ട്. കുറച്ച് പേരുടേത് എന്തായാലും വരിക തന്നെ ചെയ്യും എന്നുള്ള രീതിയിലും കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊരു നിക്കപ്പുറതി ഇല്ലാത്തത് എത്രത്തോളം എന്നുള്ളത് വലിയ പ്രസക്തിയുള്ള കാര്യമല്ല. പക്ഷെ ആ ഒരു ടൈമിൽ ആ ഒരു വ്യക്തിക്ക് ഒരു മിസ്സിങ് ഫീലിംഗ് തോന്നുന്നത് കൊണ്ട് വീണ്ടും നിങ്ങളുടെ അടുക്ക വരണം എന്നുള്ള രീതിയിലൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാനുണ്ടെങ്കിൽ കാരണം നിങ്ങളായിരുന്നു ഈ ഒരു വ്യക്തി ഒരു ഡൗൺ ആയ ടൈം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾ നേരെ മറിച്ചൊന്നും ആഗ്രഹിച്ചു കൊണ്ടായിരിക്കില്ല ആ ഒരു വ്യക്തിയെ കൂടുതലായിട്ട് എൻകറേജ് ചെയ്ത്. പക്ഷെ അത്രയും സപ്പോർട്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കിയ പോലെ ഈ ഒരു വ്യക്തി ആരും മനസ്സിലാക്കുന്നില്ല എന്ന കുറച്ച് തിരിച്ചറിവുകളൊക്കെ ഈ ഒരു ടൈം ഈ ഒരു വ്യക്തി ഇപ്പോൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നുള്ള ഫീലിങ്സിലൂടെയൊക്കെയാണ് ഈ ഒരു പേഴ്സൺ വരുന്നത്. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുകയും ചെയ്യില്ല. അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥ. പക്ഷേ പുറമേ നിന്ന് ആൾക്കാർ നോക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തി വളരെ ഹാപ്പി. ഈ ഒരു ലോകത്ത് തന്നെ ഈ ഒരു വ്യക്തിയാണ് സന്തോഷത്തിൻ്റെ നിർവചനം കണ്ടുപിടിച്ചത് എന്നുള്ള രീതിയിലൊക്കെ തോന്നിയേക്കാം. അത്രയ്ക്കും നല്ല രീതിയിൽ അഭിനയിച്ച് തകർക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെയാണ് കാണിക്കുന്നത്. അത് ചിലപ്പം നിങ്ങളുടെ അടുക്ക വരാനോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുക്കാനോ പറ്റാത്ത അതിന് രണ്ടിനും ഇടയിൽപ്പെട്ടൊരവസ്ഥ. ഈ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് മുന്നോട്ട് പോകുകയല്ലാതെ വേറെ നിവർത്തിയില്ല. പക്ഷെ അതിനുള്ള ദിശ കാണുന്നില്ല. ദിശാബോധമില്ലാത്ത അവസ്ഥ എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെയാണ് കാണിക്കുന്നത്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, ദ സൺ ഈസ് ഒരുപാട് മണി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ തന്നെയാണ്. പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു വഴി അടഞ്ഞാൽ വേറൊരു വഴി പണത്തിലൂടെ കിട്ടും എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ ഫൈൻ. നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടുന്നത് ദ 5 of Wands ആണ്. ഈ വ്യക്തിയെ സംബന്ധിച്ച് എല്ലാ കാര്യവും പെട്ടെന്ന് കിട്ടണം. അതിപ്പോൾ പൈസയാണെങ്കിലും പെട്ടെന്ന് കിട്ടണം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്താഗ്രഹിക്കുന്നു അത് പെട്ടെന്ന് കിട്ടണം എന്നുള്ളൊരു ടെൻഡൻസി വളരെയധികം കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. കാരണം അതിനൊരു വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവമൊന്നും അത്രമേലുള്ളതായിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഞാനാണോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൻ്റെ അപ്പുറം അല്ലെങ്കിൽ ഒരാൾ എതിർത്ത് പറയുന്ന ഒന്നും വലിയ ഇഷ്ടമായിട്ടുണ്ടാവില്ല. ഒരു അധികാര മനോഭാവമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല കാര്യങ്ങളിലും ചില കാര്യങ്ങളിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് പെട്ടെന്നങ്ങ് ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയിലാണ് കാണിക്കുന്നത്. അതായത് ഒരു കാര്യം അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാകുമ്പോൾ ഭയങ്കര ടെൻഷനായിട്ടുള്ളത് അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ ഒരുമിച്ച് കൈകടത്തിയത് കൊണ്ടുള്ള കുഴപ്പങ്ങളാണ്. അതായത് എല്ലാത്തിലൂടെയും മെയിനായിട്ടുള്ള ലക്ഷ്യം ചിലപ്പം പണമായിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അതിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുണ്ടാവുന്നത്. അതുപോലെ തന്നെ
ബന്ധത്തിനേക്കാൾ കൂടുതൽ പണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എത്ര കിട്ടിയാലും ഇനിയും വേണം എന്നുള്ളൊരു ടെൻഡൻസി കൂടുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബാക്കിയുള്ളവരെന്ത് പറയുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഈ ഒരു വ്യക്തിയുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും റെഡിയാണ്. അതിനിപ്പോൾ നിങ്ങൾ കുറച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല. അതിലുള്ള സിമ്പതി നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെയാണ് കർമ്മ ഈസ് എ ബൂമറാങ് എന്നുള്ള പോലെ ഇപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്ന് എത്തി. അതുപോലെ തന്നെ 18, 28, 25, 33, 26, ദെൻ 11 ഇതൊക്കെ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള ഡേ ആയിരിക്കാം. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം ഇപ്പം കോണ്ടാക്റ്റിലേക്ക് പോയിട്ട് കുറച്ചൊരു 1 ഇയറിന് മുകളിലായിട്ടുണ്ടാകാം. 1 ഇയർ ടു 5 ഇയർ വരെ പോയ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട്. എല്ലാവരുടെയും 5 ഇയർ ആയി എന്നൊന്നും പറയുന്നില്ല, അത്രയും ഒരു ടൈം ഗ്യാപ്പ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു കാര്യത്തിന് മുൻതൂക്കം കൊടുക്കുന്നതുകൊണ്ട് ആ ഒരു വ്യക്തി മുന്നോട്ട് പലരെയും സംബന്ധിച്ച് വരുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിയുടെ ആക്ഷൻ എന്താ, നിങ്ങളെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, വ്യക്തിയുടെ മൈൻഡിൽ നിങ്ങളെക്കുറിച്ച് എന്താണ്? ബോട്ടം ഓഫ് ദി ഡെക്ക് നൈറ്റ് ഓഫ് സോഡാണ് കിട്ടിയത്. അതായത് ഒരുപാട് പേരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തേർഡ് പാർട്ടി ആസ് എ പേഴ്സണായിട്ട് വന്നതുകൊണ്ടാകാം ഒരു ഗ്യാപ്പ് ഉള്ളത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായതെന്ന് നിങ്ങൾക്കും അറിയാം, പക്ഷെ അവർക്കും അറിയാം. പക്ഷെ അതൊരിക്കലും അവർ അംഗീകരിച്ച് തരാനുള്ള മടിയൊക്കെ ഉള്ളത് പോലെയാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ മുന്നിൽ നല്ല രീതിയിൽ അഭിനയിച്ച് പിടിച്ചു നിർത്തി, അതുപോലെ തന്നെ പറയാനുണ്ട് ഒരുപാട് അങ്ങനത്തെ ഒരു എനർജിയിലേക്കൊക്കെ എനിക്ക് റീഡിങ് പോകുന്നുണ്ട്. കാരണം അത്രയ്ക്കും നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വേദനയിൽ സന്തോഷം കണ്ടെത്തിയ ഒരു വ്യക്തിയാണ്. കാരണം അത്രയും നിങ്ങളുടെ മനസ്സിനെ ഹേർട്ട് ചെയ്ത് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുമായിട്ട് ചെയ്തു പോയ തെറ്റെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് വരാം, പക്ഷെ അതിനും പറ്റാത്തൊരവസ്ഥയാണ്. ഒരുപാട് പേരോട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് പൊരുതേണ്ടി വരും. അല്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുക. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഇലക്കും ഉള്ളിനും കേട് വരാത്ത രീതിയിൽ പ്രശ്നം സോൾവ് ചെയ്യണം എന്നുള്ളതുണ്ട്. അതിപ്പം ചിലർക്ക് ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ ചിലർക്ക് തേർഡ് പാർട്ടി പേഴ്സൺ ആയിട്ടുള്ളവരുണ്ട്, ബാക്കിയുള്ളവർക്ക് ഫ്രണ്ട്സ് ആയിട്ടുണ്ടാകും. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഒരാൾക്കും ഇതിലൊരു ഹേർട്ട് ആവാൻ വേണ്ടി പാടില്ല. മീൻസ് വളരെയധികം സെൽഫിഷ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് അതും വേണം ഇതും വേണം ഉള്ളതൊക്കെ വേണം എന്നുള്ള ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിലേക്കാണ്. അല്ലെങ്കിൽ നിങ്ങളെയും വിഷമിപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെയും വിഷമിപ്പിക്കാൻ പറ്റില്ല, എന്നാൽ എനിക്ക് എൻ്റെ ആവശ്യങ്ങളൊക്കെ നേടുകയും വേണം, അങ്ങനെയുള്ള ഒരു എനർജിയിലേക്കാണ്. ഭയങ്കര ഗ്രീഡി ആയിട്ട് ഒരു അത്യാഗ്രഹമൊക്കെ കൂടുതലായിട്ടുള്ള ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും അല്ലെങ്കിൽ നിങ്ങളായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. നോക്കാം. ഓക്കെ, കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. എക്സ്പ്ലെയിൻ 10 ഓഫ് സോർട്സ് റിവേഴ്സ്. സോ 10 ഓഫ് സോർട്സ് റിവേഴ്സ്, 10 ഓഫ് സോർട്സ് അപ്വേർഡ്സ്. ഓക്കെ, അതായത് ചിലപ്പോൾ വിചാരിക്കും ഞാൻ ചെയ്തതാണ് ശരിയെന്ന്, ചിലപ്പോൾ വിചാരിക്കും അല്ല, എനിക്കിപ്പോൾ ഇമോഷണലായിട്ട് എൻ്റെ ഇമോഷണൽ ഇവിടെ പ്രാധാന്യം കൊടുത്തിട്ട് കാര്യമില്ല, ചിലപ്പോൾ അതെൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തമ്മിലും ഭേദം ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ അറിഞ്ഞ് ഈ ഒരു വ്യക്തിയെ മനസ്സിലാക്കി നിങ്ങൾ അങ്ങോട്ട് പോകണമെന്നാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് മനസ്സറിഞ്ഞ്. അതിപ്പോൾ ആ ഒരു വ്യക്തിയായിട്ട് ചെയ്ത തെറ്റുകളാണെങ്കിൽ പോലും അതൊക്കെ പുറത്ത് നിങ്ങൾ അങ്ങോട്ട് പോകാനാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ മാറാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഇത് 7 ഓഫ് വോൺസ് ആസ് എ റിവേഴ്സ്. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തിക്ക് വേണമെന്ന് വിചാരിച്ചാൽ ഇങ്ങോട്ടേക്ക് മുന്നോട്ട് വരാം, പക്ഷെ അതിനൊന്നും തയ്യാറാവുന്നില്ല. പകരം ആ ഒരു വ്യക്തിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചങ്ങലയുടെ ഉള്ളിൽ ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്കും വരാമല്ലോ, അല്ലെങ്കിൽ ഞാനെന്തിനാ അങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. എനിക്കിവിടെ 2 നമ്പേഴ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ 2 മന്തോ 2 വീക്കോ അല്ലെങ്കിൽ 2 ഇയേഴ്സ് വരെ ആയിട്ടുണ്ടാകാം.
അപ്പം നിങ്ങളായിട്ട് അങ്ങോട്ട് എഫേർട്ട് എടുത്ത് പോവുകയാണെങ്കിൽ ഓക്കെ, ഞാൻ അതിന് റെഡിയാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണുള്ളത്. അല്ലാണ്ട് ആ ഒരു വ്യക്തി എഫേർട്ട് എടുത്ത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അത് അത്രത്തോളം മുന്നോട്ട് പോകാനുള്ള ചാൻസ് കാണുന്നില്ല. ആ ഒരു മൊമെൻറ്റിൽ മിസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വന്നതാകാനാണ് ചാൻസ്. ഓക്കെ, നമുക്കിനി 2 ഓഫ് വോൺസ് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. 3 ഓഫ് പെൻറ്റക്കിൾ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, ദ ഹയറോഫന്റ്. ഇടയ്ക്ക് തോന്നും മുന്നോട്ട് പോകണമെന്ന്, ഇടയ്ക്ക് തോന്നും വേണ്ട ഇങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കുന്നതായിരിക്കും കുറച്ചും കൂടി എൻ്റെ കാര്യത്തിന് നല്ലത്. മീൻസ് എൻ്റെ കാര്യത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് സെൽഫിഷ് മൈൻഡാണ്. ചിലപ്പോൾ തോന്നും ശേ പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതി ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് മിണ്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പിന്നെ വിചാരിക്കും വേണ്ട, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ പിന്നെയും വിചാരിക്കുകയാണ് അവർ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു നിങ്ങൾ കെയർ ചെയ്ത പോലെ മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആ ഒരു വ്യക്തി നല്ല രീതിയിൽ മൊമെൻറ്റ് മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത്. അതിപ്പം ഓൺലൈനായിട്ടുള്ളവർ ഡിസ്റ്റൻസ് കാണുന്നുണ്ട് നല്ല രീതിയിൽ. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തിട്ട് കുറേ നാളായിട്ടുണ്ടാകും, നിങ്ങളുടെ വോയിസ് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ടോക്കിംഗ് സ്റ്റൈൽ ആ ഒരു പേഴ്സൺ നല്ല രീതിയിൽ മിസ് ചെയ്യും. ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് മിസ്സിങ് ഉണ്ട്. പക്ഷെ എന്താണ്, അങ്ങനൊന്നും അല്ല. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നോ, ഞാൻ മിണ്ടാൻ തയ്യാറാണ്. കുറച്ച് നേരം സംബന്ധിച്ച് ഇവിടെ സിറ്റുവേഷനിൽ ബ്ലോക്കഡായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ട് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് നേരം സംബന്ധിച്ച് ഇങ്ങോട്ടും ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. രണ്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ എനർജി എങ്ങനെയാണ് ഇപ്പോൾ? ദ 2 ഓഫ് സൂട്ട്സ്, ദ കിങ് ഓഫ് സൂട്ട്സ്, നിങ്ങൾ എന്തോ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മേ ബി ചിലപ്പോൾ ആ ഒരു പേഴ്സണെ ആയിരിക്കാം പലരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ അവർ വരാത്തതുകൊണ്ട് നിങ്ങളും മുന്നോട്ട് പോയേ പറ്റൂ, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട് മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് കുറച്ച് പേരെ കാണിക്കുന്നുണ്ട്. കുറച്ച് പേർ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ ഫോഴ്സ്ഫുള്ളി ദ മജീഷ്യൻ കാർഡാണ് നമുക്ക് കിട്ടിയത്. ദ മജീഷ്യൻ കാർഡ്, ദി 8 ഓഫ് പെൻറ്റക്കിൾ ആൻഡ് ദ 3 ഓഫ് കപ്സ്. അതായത് നിങ്ങളുടെ സന്തോഷത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് മുന്നോട്ട് പോയി നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി ആ ഒരു വ്യക്തിയുടെ കാര്യത്തിന് സെൽഫിഷായിട്ട് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല എന്നുള്ളത് നിങ്ങളായിട്ടൊരു ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു വേലി പോലെ ആ ഒരു വ്യക്തിയെക്കാളും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അല്ലെങ്കിൽ കൊടുത്തിരുന്ന ഒരു വ്യക്തികളായിരുന്നു നിങ്ങൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് പക്ഷെ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അതിന് ഈ ഒരു മെമ്മറീസ് അവിടെ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതുണ്ട്. പലരെ സംബന്ധിച്ച് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഓർമ്മകളിൽ സ്റ്റക്കഡായിട്ടാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് പക്ഷേ വേറെ ഓപ്ഷൻ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ലൈഫ്, അതുപോലെ തന്നെ അതിനൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഉറച്ച തീരുമാനമെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടി പറ്റുന്നത് എന്നാണ് കാണുന്നത്. ഓക്കെ, ദീസ് ഓഫ് കപ്സ്, ദീസ് ഓഫ് വൺസ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി, സെൽഫ് ഗ്രോത്ത്, സെൽഫ് ഹീലിംഗ്, ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അതിലിനിപ്പം ദ 10 ഓഫ് സൂട്ട്സ് കാർഡ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം വന്നാലും ഈ ഒരു പേഴ്സണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, പക്ഷെ നിങ്ങൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ബൗണ്ടറി ഉണ്ടല്ലോ, അപ്പോൾ അതിനോളം വലുത് ഒന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഹാപ്പിനെസ് ആണ്, നിങ്ങളുടെ എഡ്യൂക്കേഷനാണ്, നിങ്ങളുടെ സന്തോഷമാണ് വലുത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ഗ്രോത്താണ് പലരെയും സംബന്ധിച്ച്. അതായത് മുന്നോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസിയാണ്, നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി പോകാനുള്ള ടെൻഡൻസിയാണ്. അവിടെ ഓർമ്മകളിൽ സ്റ്റക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു മൊമെൻറ്റ് നിങ്ങളുടെ എന്താ പറയുക, ഫ്യൂവലാക്കുക എന്നൊക്കെ പറയാറില്ലേ, മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. വളരെ നല്ല എനർജിയാണ്. അതിൽ എത്ര തന്നെ ബാരിയേഴ്സ് വന്നാലും, തടസ്സങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുന്നത്. സോ ഗൈസ്, ഇതാണ് നിങ്ങളുടെ റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ.